കർമ്മം ചെയ്യുക നമ്മുടെ ലക്ഷ്യം, കർമ്മഫലം തരും ഈശ്വരനല്ലോ. AFSമായി ബന്ധപ്പെട്ട് ജോയിന്റ് വെഞ്ചർ പ്രോജക്റ്റുകളുടെ തുകകൾ ബാലൻസ് ഷീറ്റിലും ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ സ്റ്റേറ്റ്മെന്റിലും എങ്ങനെ ക്രമീകരിക്കാമെന്നാണ് രണ്ടാമത്തെ വീഡിയോ, അതായത് AFSന്റെ രണ്ടാമത്തെ വീഡിയോയിൽ നമ്മൾ നോക്കിയത്. അതനുസരിച്ച് എല്ലാവരും ചെയ്ത് കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇനി നമുക്ക് ബാലൻസ് ഷീറ്റിലെ B4, B14, B17 എന്നീ ഷെഡ്യൂളുകളിലുള്ള പ്ലാൻ ഫണ്ട്, മെയിൻ്റനൻസ് ഗ്രാന്റ്, ധനകാര്യ കമ്മീഷൻ എന്നിവയും 25-26 ജനറൽ പർപ്പസ് ഫണ്ടും എങ്ങനെ ക്രമീകരിക്കാമെന്ന് നോക്കാം. കൂടാതെ ജിയോ പ്രോജക്റ്റ് വഴി പിടിച്ച തുകയ്ക്ക് എന്തൊക്കെ ക്രമീകരണങ്ങൾ കേസ്മാർട്ടിൽ ചെയ്യണമെന്നും GPF അവസാന ഗഡുവിൽ നിന്നും കുറവ് ചെയ്ത ക്ലീൻ കേരളയുടെ വിഹിതം എങ്ങനെ കേസ്മാർട്ടിൽ കൊണ്ടുവരണമെന്നും പഠിക്കാം. ഇത്രയും കാര്യങ്ങളാണ് AFSന്റെ മൂന്നാമത്തെ വീഡിയോയിൽ നമ്മൾ നോക്കുന്നത്. എല്ലാവർക്കും മൂന്നാമത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. ഇവിടെ ഒരു പഞ്ചായത്തിന്റെ ബാലൻസ് ഷീറ്റ് നിങ്ങളെ കാണിക്കാം. നമുക്ക് ആദ്യം B4 ഷെഡ്യൂൾ നോക്കാം. നമുക്ക് ലഭിക്കുമെന്ന് നമ്മൾ കണക്ക് കൂട്ടിയതുമായ ഫണ്ടുകളുടെ ബാലൻസ് ആണ് B4ൽ കാണുന്നത്. ഈ ഹെഡിൽ മൈനസ് വരാൻ പാടില്ല. നമ്മൾ ആദ്യത്തെ വീഡിയോ നോക്കി പറഞ്ഞതാണ്. നമ്മൾ എടുത്ത ഈ ബാലൻസ് ഷീറ്റിലെ B4 ഒന്ന് നോക്കിയേ. അവിടെ 320-20-01 ഡെവലപ്മെന്റ് ഫണ്ട് ജനറൽ, 320-20-02 SEP, 01 TSP, 320-20-09 മെയിൻ്റനൻസ് ആൻഡ് റോഡ്, 010 മെയിൻ്റനൻസ് ആൻഡ് നോൺ റോഡ് എന്നീ ഹെഡുകൾ മൈനസ് ആണ്. മൈനസ് വരാൻ കാരണം ഈ ലെഡ്ജറുകളിലൊക്കെ ഡെബിറ്റ് സൈഡിലാണ് ഇപ്പോൾ തുകകളുള്ളത്. മൈനസ് ആണ് എങ്കിൽ ഈ കണക്കുകൾ പൊരുത്തപ്പെടുത്തേണ്ടതുണ്ട് എന്നാണ് അർത്ഥം. ഇനി നമുക്ക് ഇതിന്റെ B14 നോക്കാം. നമ്മുടെ ഡിമാൻഡുകളാണ്, അതായത് റിസീവബിൾസ് ആണ് അവിടെ വരുന്നത്. ഈ ഷെഡ്യൂളിൽ 431-91-01 സ്റ്റേറ്റ് ഗവൺമെന്റ് സെസസ്, ലെവീസ് ഇൻ പ്രോപ്പർട്ടി ടാക്സ് കൺട്രോൾ അക്കൗണ്ട്, ലൈബ്രറി സെസ്, ഈ ഒരു ഹെഡ് അല്ലാതെ മറ്റൊന്നും ഇവിടെ മൈനസ് വരാൻ പാടില്ല. പക്ഷേ നിങ്ങൾ ഇവിടെ നോക്കിയേ, 431-50-04 റിസീവബിൾസ്, ഡെവലപ്മെന്റ് ഫണ്ട് ജനറൽ, SEP, TSP, റോഡ്, നോൺ റോഡ്, ഫിനാൻസ് കമ്മീഷൻ ഗ്രാന്റ്, ടൈഡ്, അൺഡേഡ്, ജനറൽ പർപ്പസ് ഗ്രാന്റ് ഇവയെല്ലാം മൈനസ് ആയി കിടക്കുന്നത് കാണാം. ഈ ഫണ്ടുകളുടെ ഡിമാൻഡ് ചെയ്യാത്തത് കൊണ്ടാണ് ഇവിടെ നെഗറ്റീവ് വന്നതെന്ന് ആദ്യം മനസ്സിലാക്കണം. ഇനി നമുക്ക് ബാലൻസ് ഷീറ്റിലെ B17 നോക്കാം. ഇനി ഈ ബാലൻസ് ഷീറ്റിലെ B17 നോക്കാം. നമ്മുടെ ബാങ്ക് അല്ലെങ്കിൽ ട്രഷറി അല്ലെങ്കിൽ വിർച്വൽ ബാങ്ക് അല്ലെങ്കിൽ വിർച്വൽ ട്രഷറികളിലെ 31/3/26 ബാലൻസ് ആണ് ഇവിടെ കാണുന്നത്. ഇവിടെ നമുക്ക് കാണാം പ്ലാൻ ഫണ്ട്, മെയിൻ്റനൻസ് ഗ്രാന്റ് എന്നിവയുടെ വിർച്വൽ അക്കൗണ്ടിൽ തുക ബാലൻസ് കിടക്കുന്നത്. അതും പാടില്ല, അവിടെ 0 ആവണം. ഈ വിർച്വൽ ട്രഷറി അക്കൗണ്ടുകൾ നിർബന്ധമായിട്ടും 0 ആയിരിക്കണം. അപ്പോൾ ഈ 3 ഷെഡ്യൂളുകൾ നമുക്ക് കറക്റ്റ് ചെയ്യണം. ഇപ്പോൾ നമുക്ക് ആദ്യം B14ലേക്ക് പോകാം. ഡിമാൻഡ് ചെയ്യാത്തത് കൊണ്ടാണ് ഇവിടെ നെഗറ്റീവ് വന്നതെന്ന് നമ്മൾ ആദ്യമേ പറഞ്ഞു. ഡിമാൻഡ് ചെയ്തിട്ടുണ്ടോ എന്ന് വേണമെങ്കിൽ നമുക്ക് ഈ ഹെഡുകളുടെ ലെഡ്ജർ നോക്കിയാൽ മനസ്സിലാക്കാം. ആദ്യം നമുക്ക് B14ലെ 431-50-04 റിസീവബിൾസ് ഡെവലപ്മെന്റ് ഫണ്ട് ജനറൽ എന്ന ഹെഡിന്റെ ലെഡ്ജർ നോക്കാം. ഞാൻ നേരെ ആ ഹെഡ് കോപ്പി ചെയ്തു, ലെഡ്ജറിൽ വന്ന് സെർച്ച് ചെയ്തു. ആ ലെഡ്ജറിൽ നമുക്ക് കാണാം അവിടെ പ്ലാൻ ഫണ്ട് ജനറലിന്റെ 2 റെസിപ്റ്റ് മാത്രമേ ക്രെഡിറ്റ് സൈഡിൽ വന്നിട്ടുള്ളൂ. ഡിമാൻഡ് വന്നിട്ടില്ല. ഡിമാൻഡ് ഇല്ലാതെ രസീത് വന്നതുകൊണ്ടാണ് ഈ ഹെഡുകൾ നെഗറ്റീവായി പോയത്. അപ്പോൾ പ്ലാൻ ഫണ്ടുകളുടെ ഒന്നും ഡിമാൻഡ് ഇവിടെ ചെയ്തിട്ടില്ല എന്ന് മനസ്സിലായി. നമുക്ക് ആദ്യം ആ ഡിമാൻഡുകൾ ചെയ്യാം. അതിനായി അക്കൗണ്ടന്റ് തന്റെ ലോഗിനിൽ നിന്നും 0 അവർ പ്രോസസ് കാർഡ് സെലക്ട് ചെയ്തു. അതിലെ ഇയർ ബിഗിനിങ് കാർഡിലെ ബജറ്റ് അനക്സർ സെലക്ട് ചെയ്ത് ഇയർ 25-26 കൊടുത്തു. ഇപ്പോൾ ജനറൽ പർപ്പസ് ഫണ്ട്, മെയിൻ്റനൻസ് ഗ്രാന്റ്, ഡെവലപ്മെന്റ് ഫണ്ട്, ധനകാര്യ കമ്മീഷൻ ഗ്രാന്റ്, ബാങ്കിൽ വരുന്ന ഭാഗം എന്നിവയുടെ ബജറ്റ് അനക്സർ അവിടെ കാണാം. ആയത് സേവ് ചെയ്ത് വെരിഫൈയിൽ നിന്നും വെരിഫൈ ചെയ്ത് അപ്രൂവൽ നിന്നും അപ്രൂവ് ചെയ്ത് വാങ്ങണം. ഇപ്പോൾ നമ്മൾ ഈ ഫണ്ടുകളുടെ ഡിമാൻഡാണ് ചെയ്തിരിക്കുന്നത്. ഇനി നമുക്ക് ബാലൻസ് ഷീറ്റിലെ B14 നോക്കാം. ഇപ്പൊ നോക്കിയേ, ഡിമാൻഡ് ചെയ്തു കഴിഞ്ഞപ്പോൾ B14ലെ എല്ലാ ഫണ്ടിന്റെയും നെഗറ്റീവുകൾ മാറിയിട്ടുണ്ട്. പ്ലാൻ ഫണ്ട് ജനറൽ ആദ്യം നോക്കാം. 431-50-04 റിസീവബിൾസ് ഡെവലപ്മെന്റ് ഫണ്ട് ജനറൽ എന്ന ഹെഡ്. അവിടെ 2,20,95,333 രൂപയായി. അതിനൊപ്പം തന്നെ B4ലെ 3ൽ തുടങ്ങുന്ന ഗ്രാന്റുകളുടെ ലൈബിലിറ്റി ഹെഡിലും ഇതേ തുക തന്നെ ക്രെഡിറ്റ് ആയി വന്നിട്ടുണ്ടായിരിക്കും. അതായത് ബജറ്റ് അനക്സർ പ്രകാരം നമുക്കിനിയും
B14 പ്രകാരം ഇത്രയും രൂപ കൂടി കിട്ടാനുണ്ടെന്നാണ് അർത്ഥം. നമുക്ക് കൂടുതൽ അറിയാൻ ഈ ഹെഡിന്റെ ലെഡ്ജർ ഒന്ന് നോക്കാം. നമ്മൾ 431.50.04 റിസീവബിൾസ് ഡെവലപ്മെന്റ് ഫണ്ട് ജനറൽ എന്ന ഹെഡിന്റെ ലെഡ്ജർ ഒന്ന് ഓപ്പൺ ആക്കി ഇപ്പോൾ കാണാം. നമ്മൾ ആഡ് ചെയ്ത ബജറ്റ് അനക്സറിലെ തുക, അതായത് പ്ലാൻ ഫണ്ടിൽ ലഭിക്കുമെന്ന് കരുതിയിരുന്ന തുക 5,50,69,000 രൂപ അവിടെ ലെഡ്ജറിൽ ഡെബിറ്റ് സൈഡിൽ വന്നിട്ടുണ്ട്. നമുക്ക് പ്ലാൻ ഫണ്ട് 2 ഗഡു മാത്രമാണ് അലോട്ട്മെന്റ് വന്നത്. ആ 2 ഗഡു, ആദ്യത്തെ ഗഡു 1,65,16,700, രണ്ടാമത്തെ ഗഡു 1,64,56,967 രൂപയും ഇവിടെ ക്രെഡിറ്റ് സൈഡിലും വന്നിട്ടുണ്ട്. ഇനി ലഭിക്കേണ്ട തുകയായ 2,20,90,333 രൂപ ലെഡ്ജർ ബാലൻസ് ആയിട്ട് വന്നിട്ടുണ്ട്. ഇതാണ് നമ്മൾ അല്പം മുമ്പേ B14 ഇനി കിട്ടാനുണ്ട് എന്ന രീതിയിൽ കണ്ട തുക. മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. നമുക്ക് വീണ്ടും ബാലൻസ് ഷീറ്റിലേക്ക് പോകാം. ഇവിടെ B14 നോക്കൂ, ലഭിക്കേണ്ട തുകയായ 2,20,90,333 രൂപയായും വരുന്നത്. ആ തുക എന്തായാലും ഇനിയിപ്പോൾ 2025-26 നമുക്ക് ലഭിക്കില്ല. അപ്പോൾ അത് 0 ആവണം. B17 നമുക്ക് നോക്കാം. B17 ഈ പ്ലാൻ ഫണ്ടിന്റെ വിർച്വൽ അക്കൗണ്ടിൽ 18,29,844 രൂപ കിടപ്പുണ്ട്. നമ്മുടെ വിർച്വൽ ട്രഷറി അക്കൗണ്ട് ആണത്. അവിടെ ലഭിച്ച തുകയുടെ ബാലൻസ് ആയിരിക്കും കാണുന്നത്. ആ തുക ആക്ച്വലി ഇപ്പോൾ അവിടെ ഇല്ലല്ലോ. ഇതൊരു വിർച്വൽ അക്കൗണ്ട് മാത്രമാണെന്ന് പറഞ്ഞു. അപ്പോൾ B17 0 ആവണം. B4 ഒരു 2,39,25,177 രൂപ കിടപ്പുണ്ട്. ഇത് നമുക്ക് ലഭിച്ച 2 ഗഡുവിൽ ചെലവ് കഴിഞ്ഞ് മിച്ചമുള്ള തുക പ്ലസ് ഇനി ലഭിക്കാനുള്ള തുകയായിരിക്കും. ഇവിടെയും നമുക്ക് 0 ആവണം. കാരണം വികസന ഫണ്ട്, മെയിൻ്റനൻസ് ഫണ്ട് എന്നിവ ആ വർഷം ലഭിക്കാത്ത അലോട്ട്മെന്റ് തുകകൾ ഒരിക്കലും അടുത്ത വർഷത്തേക്ക് ലഭിക്കത്തില്ല. അതുകൊണ്ട് അത് റിസീവബിൾസ് ഹെഡിൽ നിന്നും അതേപോലെ ലയബിലിറ്റി ഹെഡിൽ നിന്നും നമുക്ക് ഒഴിവാക്കണം. അതിനു മുമ്പ് ആദ്യം നമുക്ക് സുലേഖയിലെ എക്സ്പെൻഡിച്ചർ റിപ്പോർട്ട് ഒന്ന് പരിശോധിക്കണം. നിങ്ങളും ഇതേ രീതിയിൽ തന്നെ ചെയ്യുന്നതായിരിക്കും നല്ലത്. അവിടെ പ്ലാൻ ഫണ്ട് ജനറലിന്റെ ചെലവ് 3,67,82,089 രൂപയാണ്. ലഭിക്കാത്ത 3-ാം ഗഡുവിൽ നിന്നും ലൈഫ് ലോണിനായും തുക പിടിച്ചിട്ടുണ്ട്. നമുക്ക് ഈ കണക്കൊന്ന് നോക്കാം. നമുക്ക് പ്ലാൻ ഫണ്ട് ജനറൽ ആകെ കിട്ടേണ്ടത് 5,50,69,000 രൂപ. കിട്ടിയത് 3,29,73,667 രൂപ. ഇനി കിട്ടേണ്ടത് 2,20,95,331 രൂപ. ഇതാണ് നമ്മൾ B14 കണ്ടത്. ഇനി ലഭിച്ച 3,29,73,667 രൂപയിൽ ചെലവ് വന്നത് 3,67,82,089 രൂപ. നമുക്ക് ലഭിച്ച ഗഡുക്കളിൽ അംഗൻവാടി ജീവനക്കാരുടെ പ്രതിഫലത്തിൽ ഈടാക്കുന്ന തുക ഇവിടെ 18,39,600 രൂപയും ലൈഫ് വായ്പാ തിരിച്ചടവ് 37,98,66,000 രൂപയും കുറച്ചാണ് അലോട്ട്മെന്റ് ലഭിച്ചത്. അതായത് 56,38,266 രൂപ കുറച്ചാണ് അലോട്ട്മെന്റ് ലഭിച്ചത്. പക്ഷേ ഇത് ചെലവിൽ വന്നിട്ടുമുണ്ട്. അപ്പോൾ വരവിനേക്കാളും കൂടുതൽ ചെലവ് വരും എന്നതിനാൽ ജിയോ പ്രോജക്റ്റിന്റെ തുക കൂടി നമ്മൾ ലഭിച്ച തുകയായിട്ട് എടുക്കും. അപ്പോൾ ആകെ ലഭിച്ചത് 3,29,73,667 പ്ലസ് ജിയോ പ്രോജക്റ്റ് തുക 56,38,260 സമം 3,86,11,931 രൂപ. ബാക്കി വരേണ്ടത് 18,29,844 രൂപയാണ്. ഇതാണ് നമ്മുടെ B17 നമ്മുടെ വിർച്വൽ ട്രഷറി അക്കൗണ്ടിൽ ഉള്ളതല്ലേ നോക്കിയേ, അത് തന്നെയാണ്. ഇനി കിട്ടാനുള്ള 2,20,95,333 രൂപ B14 കൃത്യമായി വന്നിട്ടുണ്ട്. B4 ഇനി ലഭിക്കേണ്ട 2,20,95,333 രൂപ പ്ലസ് ലഭിച്ചതിൽ ബാലൻസ് ഉള്ള തുകയായ 18,29,844 ഇവ ചേർന്ന 2,39,25,177 രൂപ B4 ഉണ്ട്. അപ്പോൾ നമ്മുടെ കണക്ക് സുലേഖയുമായി വളരെ ശരിയാണ്. ഇനി നമുക്ക് ഈ B4, B14, B17 എന്നീ ഹെഡുകൾ 0 ആക്കണം. അതിനായി നമുക്ക് ആദ്യം ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ സ്റ്റേറ്റ്മെന്റിലെ I6 160,10 ഡെവലപ്മെന്റ് ഫണ്ട് ജനറലിലെ തുക നോക്കണം. അവിടെ അത് 2,03,63,627 രൂപയാണ്. അതൊന്ന് കുറിച്ചു വയ്ക്കണം. ഇനി നേരെ ലെഡ്ജറിൽ പോയി 312.10 ക്യാപിറ്റൽ കോൺട്രിബ്യൂഷന്റെ ലെഡ്ജർ എടുക്കണം. ലഭിക്കുന്ന റിപ്പോർട്ടിനെ എക്സലിലേക്ക് ഒന്ന് മാറ്റി അതിൽ നിന്നും പ്ലാൻ ഫണ്ട് ജനറൽ മാത്രം ഫിൽട്ടർ ചെയ്തെടുക്കുകയോ നിങ്ങളുടെ സൗകര്യത്തിന് സെലക്ട് ചെയ്തെടുക്കുകയോ ചെയ്യാം. പ്ലാൻ ഫണ്ട് ജനറലിനെ മാത്രം അതിന്റെ മാത്രം ടോട്ടൽ എടുത്ത് നോക്കിയേ, അത് 1,07,80,196 രൂപയുണ്ട്. ഇനി ഈ തുകയും നേരത്തെ കുറിച്ച് വെച്ച 2,03,63,627 രൂപയും തമ്മിൽ ആഡ് ചെയ്യുക. അപ്പോൾ 3,11,43,823 രൂപ കിട്ടും. ഇതൊന്ന് കുറിച്ച് വയ്ക്കണം.
ഇനി നേരെ അക്കൗണ്ടന്റ് ലോഗിൽ നിന്ന് 0 അവർ പ്രോസസ്സിലെ ഇയർ എൻഡിംഗ് കാർഡിലെ ബജറ്റ് അലോക്കേഷൻ റിവേഴ്സ് സെലക്ട് ചെയ്യുക. ഇപ്പോൾ ലഭിക്കുന്ന സ്ക്രീനിൽ ഫിനാൻഷ്യൽ ഇയർ 25-26 ഫണ്ട് ഡെവലപ്മെന്റ് ഫണ്ട് ജനറലിനും കൊടുക്കുക. ഇപ്പോൾ നമുക്ക് ഇക്കാണുന്ന പോലെ സ്ക്രീൻ ലഭിക്കും. ഇവിടെ ആദ്യ റോയിൽ ഈ ഫണ്ടിന്റെ ബജറ്റ് അലോക്കേഷൻ, ലഭിച്ച അലോട്ട്മെന്റ്, ബജറ്റ് അലോക്കേഷന്റെ ബാലൻസ് എന്നിവ കാണാം. അതിനു താഴെ എക്സ്പെൻഡിച്ചർ നോക്കുക. അത് നമ്മൾ തൊട്ട് മുന്നേ കാൽക്കുലേറ്റ് ചെയ്ത തുക, അതായത് I6 പ്ലാൻ ഫണ്ട് തുക പ്ലസ് ക്യാപിറ്റൽ കോൺട്രിബ്യൂഷനിലെ തുക തന്നെ ആയിരിക്കണം. നമ്മൾ കണക്കാക്കി വെച്ചത് 3,11,43,823 രൂപയാണ്. അത് തന്നെയാണ് ഇവിടെ വന്നിട്ടുള്ളത്. കൂടാതെ സുലേഖ എക്സ്പെൻഡിച്ചർ റിപ്പോർട്ടിലെ പ്ലാൻ ഫണ്ടിന്റെ ചെലവ് ജിയോ പ്രോജക്റ്റ് ഉൾപ്പെടാതെ തന്നെയല്ലേ ഈ തുകയെ നോക്കുക. നമ്മുടെ സുലേഖ ചെലവ് 3,67,82,089 രൂപ മൈനസ് ജിയോ പ്രോജക്റ്റിന്റെ ചെലവ് 56,38,266 സമം 3,11,43,823 രൂപ. അത് തന്നെയാണ് ഇവിടെ കിടക്കുന്നത്. നമ്മുടെ കണക്കുകളൊക്കെ ശരിയാന്നർത്ഥം. ഇനി ധൈര്യമായി സേവ് ചെയ്ത് സബ്മിറ്റ് ചെയ്ത് വെരിഫൈ ചെയ്ത് അപ്രൂവ് ചെയ്ത് വാങ്ങുക. ഇനി നമുക്ക് ഇത്രയും ചെയ്ത് കഴിഞ്ഞിട്ട് ബാലൻസ് ഷീറ്റ് ഒന്നുകൂടി നോക്കാം. ഇപ്പോൾ നമുക്ക് കാണാം B4, B14, B17 ഇവ 0 ആയിട്ടുണ്ട്. ഇവിടെ കണക്കുകളൊക്കെ കൃത്യമായി റിഫ്ലക്റ്റ് ചെയ്യുന്ന ഒരു അക്കൗണ്ടാണ് നിങ്ങളെ കാണിച്ചത്. എപ്പോഴും ഈ ഫോർമുല പ്രകാരം കണക്ക് ഇതേപോലെ കൃത്യമായി വരണമെന്നില്ല. അങ്ങനെ ഒരു അവസരം വന്നാൽ എന്താണ് ചെയ്യേണ്ടതെന്ന് നമുക്ക് മറ്റൊരു വീഡിയോയിൽ നോക്കാം. ഇനി നമുക്ക് ഒരു ജോലി കൂടി ചെയ്തു പോകാം. നമ്മുടെ എല്ലാ പഞ്ചായത്തുകളിലും ജിയോ പ്രോജക്റ്റുകൾക്ക് തുക പിടിച്ചിട്ടുണ്ട്. അവയ്ക്ക് ജേണൽ കൂടി ചെയ്യണം. അപ്പോൾ അതിനു മുമ്പ് ജിയോ പ്രോജക്റ്റ് തുക എത്രയെന്ന് സുലേഖ റിപ്പോർട്ട് പരിശോധിച്ച് ഒന്ന് കുറിച്ച് വയ്ക്കണം. ഇവിടെ നമ്മൾ നേരത്തെ കണ്ടതാണ് ജിയോ പ്രോജക്റ്റിൽ എത്ര തുകയുണ്ട് എന്ന്. എങ്കിലും ഇവിടെ ഒന്നുകൂടി നോക്കാം. സുലേഖയിൽ 25-26 ലോഗിൻ ചെയ്തോ. ഇവിടെ നമുക്ക് കാണാം വികസന ഫണ്ട് ജനറലിൽ അംഗൻവാടി ജീവനക്കാരുടെ പ്രതിഫല ഇനത്തിൽ 18,39,600 രൂപയും ലൈഫ് മിഷൻ വായ്പാ മുതൽ തിരിച്ചടവ് ഇനത്തിൽ 37,98,666 രൂപയും ജിയോ പ്രോജക്റ്റ് ചെയ്തിട്ടുണ്ട്. ഈ ചെലവ് തുകകളെ നമുക്ക് കെ സ്മാർട്ടിലേക്ക് കൊണ്ടുവരണം. അതിനായി കെ സ്മാർട്ടിൽ അക്കൗണ്ടിന് ലോഗിൻ ചെയ്തോ. നമുക്ക് ആദ്യം അംഗൻവാടി ജീവനക്കാർക്കായി പൊതുവിഭാഗം ഫണ്ടിൽ നിന്ന് പിടിച്ച 18,39,600 രൂപയ്ക്ക് ജേണൽ ചെയ്യാം. പെൻഡിങ് ടാസ്ക് ജേണലിൽ നിന്ന് അഡ്ജസ്റ്റ്മെന്റ് ജേണൽ സെലക്ട് ചെയ്തോ. ഡെബിറ്റ് ചെയ്യേണ്ടത് 252,11,02 അംഗൻവാടി റിലേറ്റഡ് സർവീസ് സെലക്ട് ചെയ്തോ. ജിയോ പ്രോജക്റ്റിന്റെ തുക എത്രയാണെന്ന് വെച്ചാൽ അവിടെ അത് കൊടുത്തോ. ക്രെഡിറ്റ് ചെയ്യേണ്ടത് 160,10,01 ഡെവലപ്മെന്റ് ഫണ്ട് ജനറൽ നൽകി തുക നൽകി സേവ് ചെയ്താൽ മതി. ഈ ജേണൽ സേവ് ചെയ്ത് കഴിയുമ്പോൾ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചറിൽ I6 വരവ് ഭാഗത്ത് 160,10,01 ഡെവലപ്മെന്റ് ഫണ്ട് ജനറലിൽ ഇത് വരവായും I14Bയിൽ 252,11,02 അംഗൻവാടി റിലേറ്റഡ് സർവീസ് എന്ന ഹെഡിൽ ചെലവായും ഇത് രേഖപ്പെടുത്തുന്നതാണ്. ഇനി നമുക്ക് ലൈഫ് മിഷൻ വായ്പാ മുതൽ തിരിച്ചടവ് ജനറൽ ജിയോ പ്രോജക്റ്റായി പിടിച്ച തുക ഇവിടെ 37,98,666 രൂപ അതിന് ജേണൽ ചെയ്യണം. വായ്പാ തുക യഥാർത്ഥത്തിൽ നമ്മൾ ലൈഫ് പദ്ധതിയിൽ ഉൾപ്പെടുത്തി ചെലവ് ചെയ്ത് കഴിഞ്ഞതാണ്. അതിൻ്റെ ചെലവ് ബന്ധപ്പെട്ട ഹെഡുകളിൽ ബുക്ക് ചെയ്തിട്ടുള്ളതുമാണ്. ഈ പിടിച്ച തുക നമ്മൾ ലൈഫിനായി എടുത്ത ലോൺ എമൗണ്ടിൽ നിന്നും കുറവ് വരുത്തണം. അതായത് ഇത്രയും പൈസ ഓൾറെഡി ഗവൺമെൻറ് പിടിച്ചുകൊണ്ട് പോയി. തുക വരവും വരണം. അതിനായി നമ്മുടെ ബാലൻസ് ഷീറ്റിൽ B5 ഏത് ഹെഡിലാണ് ലോൺ തുക കിടക്കുന്നത് എന്ന് നോക്കുക. B5 നോക്കുമ്പോൾ മിക്കവാറും ചിലർക്ക് അവിടെ ഹഡ്കോയുടെ ഹെഡായിരിക്കും കാണുന്നത്, ചിലർക്ക് KURDFCയുടെ ഹെഡായിരിക്കും കാണുന്നത്, ചിലർക്ക് ഈ 2 ഹെഡിലും തുകയുണ്ടായിരിക്കും. ഒരു കാര്യം ശ്രദ്ധിക്കുക, 2 ഹെഡുകളിലും അതായത് ഹഡ്കോയുടെ ഹെഡിലും KURDFCയുടെ ഹെഡിലും തുക നിങ്ങളുടെ B5 ഉണ്ടെങ്കിൽ അതിനെ ഒരു അഡ്ജസ്റ്റ്മെന്റ് ജേണൽ വഴി ഇതിൽ ഏതെങ്കിലും ഒറ്റ ഹെഡിലേക്ക് മാറ്റി ഇടുന്നതായിരിക്കും നല്ലത്. നിങ്ങളുടെ സൗകര്യം പോലെ ചെയ്യാം. അങ്ങനെ മാറ്റിയിടണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒഴിവാക്കേണ്ട ഹെഡിനെ ഡെബിറ്റ് ചെയ്തും നിലനിർത്തേണ്ട ഹെഡിനെ ക്രെഡിറ്റ് ചെയ്തും അഡ്ജസ്റ്റ്മെന്റ് ജേണൽ ചെയ്താൽ മതി. ഞാൻ പറയുന്നത് മനസ്സിലായി കാണുമെന്ന് കരുതുന്നു. ഇവിടെ ഈ കാണിക്കുന്ന B5 330,50,03 ലോൺ ഫ്രം KURDFC എന്ന ഒറ്റ ഹെഡ് മാത്രമേ ഉള്ളൂ. ഇവിടെ B5 ഇത്രയും തുക കാണുന്നെങ്കിൽ അതിനർത്ഥം ഈ ഹെഡിൽ ഈ ബാക്കി നിൽക്കുന്ന അത്രയും തുക ഇനി ലോൺ എടുത്തതിൽ തിരികെ അടയ്ക്കാനുണ്ട് എന്നാണ്. ഇവിടെ കാണാം 3,64,54,152 രൂപ തിരിച്ചടയ്ക്കാനുണ്ട്. ഇതിലാണ് 2025-26 ജിയോ പ്രോജക്റ്റ് വഴി തുക പിടിച്ചത്.
നമുക്ക് സുലേഖ റിപ്പോർട്ട് വീണ്ടും നോക്കാം. 37,92,666 രൂപ ലോൺ തിരിച്ചടവിനത്തിൽ പ്ലാൻ ഫണ്ട് ജനറലിൽ നിന്ന് മാത്രം പിടിച്ചിട്ടുണ്ട്. ഈ തുക ലോൺ ഔട്ട്സ്റ്റാൻഡിംഗ് ഹെഡിൽ നിന്ന് കുറയണം. അതായത് ഇനി അടയ്ക്കാനുള്ള പൈസയിൽ നിന്ന് സർക്കാർ ഓൾറെഡി കിഴിവ് നടത്തിയ പൈസ നമുക്ക് കുറയ്ക്കണം. അതിനായി KURDSC ഹെഡായ 330,50,03 ഡെബിറ്റ് ചെയ്തും 160,10,01 ഡെവലപ്മെന്റ് ഫണ്ട് ജനറലിനെ ക്രെഡിറ്റ് ചെയ്തും ആ തുകയ്ക്ക് ജനറലിൽ നിന്ന് പിടിച്ച തുകയ്ക്ക് ഒരു ജേണൽ കൊടുത്താൽ മതി. SCPയിലും ഇതേപോലെ ലോൺ ജിയോ പ്രോജക്റ്റ് ഉണ്ടോ എന്ന് നോക്കുക. സുലേഖ റിപ്പോർട്ട് പരിശോധിക്കുമ്പോൾ പട്ടികജാതിയിലും 13,19,223 രൂപയുടെ ലൈഫിന്റെ ജിയോ പ്രോജക്റ്റ് ഉണ്ട്. അതിനും ഇതേപോലെ ജേണൽ കൊടുക്കുക. ജേണൽ കൊടുക്കുമ്പോൾ KURDSC ഹെഡായ 330,50,03 ഡെബിറ്റ് ചെയ്യുക. 160,10,02 ഡെവലപ്മെന്റ് ഫണ്ട് SCPയെ ക്രെഡിറ്റ് ചെയ്തും ജേണൽ കൊടുക്കണം. ശ്രദ്ധിക്കുക, പട്ടികജാതി ഫണ്ടിൽ നിന്നുള്ള ജിയോ പ്രോജക്റ്റിന് ക്രെഡിറ്റ് ചെയ്യേണ്ടത് പ്ലാൻ SCPയുടെ ഹെഡ് തന്നെ ആയിരിക്കണം. അത് എങ്ങനെ ചെയ്യുമെന്നാണ് ഇപ്പോൾ സ്ക്രീൻ നിങ്ങളെ കാണിക്കുന്നത്. ഇനി TSP പിടിച്ചിട്ടുണ്ടെങ്കിൽ അതും ഇതേപോലെ ഹെഡ് നോക്കി ചെയ്താൽ മതി. ഓക്കെ, അപ്പൊ ഇങ്ങനെ ചെയ്യുമ്പോൾ ആ ലോണിന്റെ ലയബിലിറ്റി നമുക്ക് അത്ര ജിയോ പ്രോജക്റ്റിൽ പിടിച്ച അത്രയും പൈസ കുറയും. ലൈഫ് ലോൺ ജിയോ പ്രോജക്റ്റിന്റെ ലോൺ തുകകൾ ജേണലിട്ട് കുറച്ചു കഴിഞ്ഞാൽ ഇനി B5ലുള്ള തുക തന്നെ ആയിരിക്കണം. നമ്മുടെ ലോൺ ഔട്ട്സ്റ്റാൻഡിങ്ങും ഇതേ തുക തന്നെയാകണം നമ്മുടെ ലോൺ രജിസ്റ്ററിലും ഉള്ളത്. ഈ ജേണൽ കൂടി ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ ലോൺ രജിസ്റ്ററിൽ എൻട്രികൾ വരുത്തി ഇപ്പോൾ സ്ക്രീനിൽ കാണുന്ന പോലെ ആയിരിക്കും പിന്നെ ലോൺ രജിസ്റ്റർ ഉള്ളത്. ഇനി നമുക്ക് 2025-26 കിട്ടിയ ജനറൽ പർപ്പസ് ഫണ്ട് കൂടി ക്രമീകരിക്കണം. നമുക്കറിയാം, തദ്ദേശ സ്ഥാപനങ്ങൾക്ക് 12 ഗഡുവായാണ് ജനറൽ പർപ്പസ് ഫണ്ട് കിട്ടുന്നത്. പക്ഷേ 2025-26 നമുക്ക് 10 ഗഡു മാത്രമേ ലഭിച്ചിരുന്നുള്ളൂ. കൂടാതെ കുറച്ച് പഞ്ചായത്തുകൾക്ക് ഗ്യാപ് ഫണ്ട് ഇനത്തിൽ ചെറിയൊരു വിഹിതവും ലഭിച്ചിരുന്നു. അതിനനുസരിച്ച് നമ്മൾ KSMARTലെ കണക്കും ജനറൽ പർപ്പസിന്റെ ഫണ്ടും ക്രമീകരിക്കണം. ഈ 10 ഗഡു പ്ലസ് അധികമായി കിട്ടിയ ഗ്യാപ് ഫണ്ട് നമ്മൾ ബില്ലാക്കിയിട്ടുണ്ടോ എന്ന് പരിശോധിക്കണം. ബില്ലാക്കി ട്രസ്റ്റി കൊടുത്തിട്ടുണ്ടോ എന്ന് പരിശോധിക്കണം. അതിനായിട്ട് അക്കൗണ്ടിന്റെ ലോഗിൽ നിന്ന് റെസിപ്റ്റ് കാർഡ് സെലക്ട് ചെയ്തു അതിലെ ഗ്രാൻഡ് റെസിപ്റ്റ് എടുക്കണം. ടൈപ്പ് ഓഫ് ഫണ്ട് ജനറൽ പർപ്പസ് ഫണ്ട് ഇയർ 25-26 നൽകി വ്യൂ കൊടുക്കുക. ഇപ്പോൾ നമുക്ക് ഈ ഹെഡിൽ ലഭിച്ച അലോട്ട്മെന്റുകളെല്ലാം ലിസ്റ്റ് ചെയ്തിട്ടുണ്ടാവും. അവയുടെ സ്റ്റാറ്റസ് അപ്രൂവ്ഡ് എന്ന് ആയിരിക്കണം. നമ്മൾ ചില പഞ്ചായത്തുകൾക്ക് ചെറിയൊരു വിഹിതം ഗ്യാപ് ഫണ്ട് കിട്ടിയിട്ടുണ്ടെന്ന് പറഞ്ഞു. അതും ഇതേ ഹെഡിൽ തന്നെയായിരിക്കും രസീത് വീണിട്ടുള്ളത്. അതായത് ആ ചെറിയ പോർഷൻ ഗ്യാപ് ഫണ്ട് കിട്ടിയവരാണ് എങ്കിൽ അതുൾപ്പെടെ ഇവിടെ 11 എൻട്രികൾ ഉണ്ടായിരിക്കും. അവയുടെ സ്റ്റാറ്റസ് അപ്രൂവ്ഡ് എന്നും ആയിരിക്കും. ഇവിടെ നോക്കൂ, 11 എൻട്രികൾ ഉണ്ട്. അവയുടെ സ്റ്റാറ്റസ് അപ്രൂവ്ഡ് ആണ്. അതിൽ 10 നമുക്ക് ലഭിച്ച 10 GPFന്റെ ഗഡുക്കളാണ്. ചെറിയ തുക അധികമായി ലഭിച്ച ഗ്യാപ് ഫണ്ടും ആണ്. പറയുന്നത് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. ഇവയുടെ എല്ലാം സ്റ്റാറ്റസ് അപ്രൂവ്ഡ് തന്നെയാണ്. അപ്രൂവ്ഡ് സ്റ്റാറ്റസിൽ ഉണ്ടെങ്കിൽ മാത്രമേ ആ തുക റെസിപ്റ്റ്സ് ആൻഡ് പേയ്മെന്റിൽ കയറി വരികയുള്ളൂ. അതുകൂടി മനസ്സിലാക്കണം. ഇവിടെ അപ്രൂവ്ഡ് സ്റ്റാറ്റസിലുള്ള 11 എൻട്രികൾ കൂട്ടിയാൽ നമുക്ക് 1,32,47,486 രൂപ കിട്ടും. അതാവണം ഇപ്പോൾ റെസിപ്റ്റ്സ് ആൻഡ് പേയ്മെന്റ് റിപ്പോർട്ടിൽ വരേണ്ടത്. നമുക്ക് നോക്കാം. നേരെ റെസിപ്റ്റ്സ് ആൻഡ് പേയ്മെന്റ് 25-26 എടുത്തോ. സൺട്രി ഡെപ്റ്റേഴ്സ് R17 നോക്കുക. അവിടെ 431,50,11 റിസീവബിൾസ് ജനറൽ പർപ്പസ് ഫണ്ടിൽ ഈ 1,32,47,486 രൂപ വന്നിട്ടുള്ളതായിട്ട് കാണാം. നമ്മൾ ഇയർ ബിഗിനിങ് പ്രോസസ്സിൽ ബജറ്റ് അനക്സർ ചെയ്തല്ലോ. 1,58,89,000 രൂപയാണ് നമ്മൾ ബജറ്റ് അനക്സർ വഴി ജനറൽ പർപ്പസിലേക്ക് ആഡ് ചെയ്തത്. അതായത് ഇത്രയും തുക 25-26 നമുക്ക് ജനറൽ പർപ്പസ് ഇനത്തിൽ ലഭിക്കാനുണ്ട് എന്ന് നമ്മൾ സിസ്റ്റത്തോട് പറഞ്ഞു കൊടുക്കുകയായിരുന്നു. ഈ അനക്സർ ആഡ് ചെയ്ത് കഴിയുമ്പോഴുള്ള ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ നമുക്ക് നോക്കാം. അവിടെ I6ൽ 160,10,23 എന്ന ഹെഡിൽ ഈ തുക നമ്മുടെ വരുമാനമായി വന്നിട്ടുള്ളതായിട്ട് കാണാം. അതായത് 1,58,89,000 രൂപ നമുക്ക് ജനറൽ പർപ്പസിൽ ലഭിക്കണമായിരുന്നു. പക്ഷെ ലഭിച്ചത് 1,32,47,486 രൂപ. ഇനി ലഭിക്കാനുള്ളത് 89,000 നിന്ന് 1,32,47,486 പോയാൽ 26,41,514 രൂപ. നമുക്കൊന്ന് ബാലൻസ് ഷീറ്റ് നോക്കാം. നോക്കൂ, ബാലൻസ് ഷീറ്റിൽ B14ൽ 430, 31, 50, 11 റിസീവബിൾസ് ജനറൽ പർപ്പസ് ഫണ്ട് എന്ന ഹെഡിൽ ഈ 26,41,514 രൂപ തന്നെയാണുള്ളത്. അതായത് ഇനിയും ഇത്രയും തുക നമുക്ക് കിട്ടാനുണ്ട്. പക്ഷേ നമുക്കറിയാം 25-26 നമുക്ക് ബാക്കി ലഭിക്കാനുള്ള 2 ഗഡു ഇനി ലഭിക്കില്ല. ഇപ്പോൾ വർഷം 26-27 അതുകൊണ്ട് തന്നെ ഇനി കിട്ടാനുണ്ടെന്നുള്ള രീതിയിൽ തുക കാണിക്കേണ്ടതില്ല. അതായത് B14ൽ ഇനി കിട്ടാനുള്ളതായി ഒരു തുകയും വേണ്ട.
അവിടെയുള്ള തുക നമുക്ക് മാറ്റാനായി നമുക്കൊരു അഡ്ജസ്റ്റ്മെന്റ് ജേണൽ ചെയ്താൽ മതി. അതിനായി പെൻഡിങ് ടാസ്ക് ജേണൽ എടുത്തോ, ന്യൂ ക്ലിക്ക് ചെയ്തു, ജേണൽ ടൈപ്പ് അഡ്ജസ്റ്റ്മെന്റ് സെലക്ട് ചെയ്തു. നമുക്ക് ഡെബിറ്റ് ചെയ്യേണ്ടത് 160, 10, 23. ബാലൻസ് ഷീറ്റിൽ ബാക്കി നിന്ന ജനറൽ പർപ്പസ് തുക അതാണ് കൊടുക്കേണ്ടത്, 26,41,514. ക്രെഡിറ്റ് ചെയ്യേണ്ടത് 431, 50, 11. റിസീവബിൾസ് ജനറൽ പർപ്പസ് ഗ്രാന്റ് ഇതേ തുക നൽകി റിമാർക്കും കൊടുത്ത് സേവ് ചെയ്തു. ഇനി ബാലൻസ് ഷീറ്റ് നോക്കിയേ, റിസീവബിൾസിൽ 0 ആയതായും ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ നോക്കിയാൽ നമ്മൾ ആദ്യം ബജറ്റ് അനക്സർ വഴി നൽകിയ ഡിമാൻഡിൽ നിന്നും ഈ തുക കുറഞ്ഞതായി മനസ്സിലാക്കാം. ഇത് ലഭിച്ച 10+1 11 ഇൻസ്റ്റാൾമെന്റുകളും കൃത്യമായിട്ട് ബില്ലാക്കി അപ്രൂവ് ചെയ്തവരുടെ കാര്യമാണ് നമ്മൾ ഇപ്പോൾ നോക്കിയത് കേട്ടോ. യഥാർത്ഥത്തിൽ ഗ്യാപ് ഫണ്ട് ലഭിച്ച തുകയ്ക്ക് കൂടി ജേണൽ തയ്യാറാക്കിയാണ് ഇതൊക്കെ ചെയ്യേണ്ടത്. ഞാൻ നിങ്ങൾക്ക് ചെയ്യാനുള്ളൊരു എളുപ്പത്തിനാണ് ഈ ഒരു എളുപ്പ വഴിയൊന്ന് പറഞ്ഞു തന്നത്. ഓക്കെ, ഇതനുസരിച്ച് ചെയ്താലും മതി, കറക്റ്റ് കണക്കായിരിക്കും. ഇനി മറ്റൊരു കാര്യം കൂടി നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്താം. ചില പഞ്ചായത്തുകൾക്ക് GPF 10ാം ഗഡു തുകയിൽ നിന്നും ക്ലീൻ കേരള കമ്പനിക്കുള്ള കുടിശ്ശിക പിടിച്ച് ബാക്കി തുകയാണ് GPF അലോട്ട്മെന്റായി വന്നിട്ടുണ്ടായിരിക്കുക. അതേപോലെ എഞ്ചിനീയറിംഗിലേക്കുള്ള തുകയും പിടിച്ചിട്ടുണ്ടായിരിക്കും. ഇപ്പോൾ ആദ്യം പറഞ്ഞ ക്ലീൻ കേരള കമ്പനിക്കുള്ള തുക പിടിച്ചൊരു പഞ്ചായത്താണെങ്കിൽ അവരൊക്കെ തന്നെ മുകളിൽ വിശദീകരിച്ച പോലെ, 2 കേസാണെങ്കിലും മുകളിൽ വിശദീകരിച്ച പോലെ തന്നെ GPFന്റെ 10 കോടി ലഭിച്ചതും 2 കോടി ലഭിക്കാൻ ബാക്കിയുള്ളതുമായ ജേണലുകളൊക്കെ ചെയ്ത് B14 I6 ഒക്കെ കൃത്യമാക്കി ആദ്യം വെക്കണം. ഓക്കെ, ഈ പിടിച്ച തുക GPFന്റെ വരവിലും ക്ലീൻ കേരളയുടെ ചെലവിലും കൊണ്ടുവരണം. ഞാനിവിടെ ഒരു GPFന്റെ 10ാം ഗഡു വന്ന ഓർഡർ നിങ്ങളെ കാണിക്കാം. നോക്കൂ, ഇവിടെ ഒരു പഞ്ചായത്തിന് അവരുടെ പഞ്ചായത്തിൽ നിന്നും 11,917 രൂപ ക്ലീൻ കേരളയ്ക്കായിട്ട് പിടിച്ചിട്ടുണ്ട്. നമുക്ക് ഈ തുകയും AFSന്റെ ഭാഗമാക്കണം. അതിനായി അക്കൗണ്ടിന്റെ ലോഗിൽ നിന്നും പെൻഡിങ് ടാസ്ക് ജേണൽ എടുത്തു, ജേണൽ ടൈപ്പ് അഡ്ജസ്റ്റ്മെന്റ് സെലക്ട് ചെയ്തു. ഡെബിറ്റ് ചെയ്യേണ്ടത് 252, 23, 10. സോളിഡ് വേസ്റ്റ് മാനേജ്മെന്റ് ഡിസ്പോസൽ ഉത്തരപ്രകാരം പിടിച്ച തുക എത്രയാണോ അതവിടെ കൊടുക്കുക. ഇവിടെ 11,917. ക്രെഡിറ്റ് ചെയ്യേണ്ടത് 160, 10, 23 ജനറൽ പർപ്പസ് ഫണ്ട്. ആ മുകളിൽ കൊടുത്ത അതേ തുക കൊടുത്ത് സേവ് ചെയ്യുക, റിമാർക്ക് കൊടുത്ത് സേവ് ചെയ്യുക. ഇപ്പോൾ ഈ തുക ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചറിൽ വരവ് ഭാഗത്തും ചെലവ് ഭാഗത്തും വന്നിട്ടുണ്ടായിരിക്കും. മനസ്സിലായി കാണുമെന്ന് കരുതുന്നു. ചില പഞ്ചായത്തുകളിലെ GPF ആദ്യം പറഞ്ഞ പോലെ എഞ്ചിനീയറിംഗ് വിങ്ങിന്റെ ശമ്പള ഇനത്തിൽ തുക കുറവ് ചെയ്തിട്ടുണ്ടായിരിക്കും. അവരും ഇതേ രീതിയിൽ തന്നെയാണ് കാര്യങ്ങൾ ചെയ്യേണ്ടത് എന്ന് പ്രത്യേകം പറയേണ്ടതില്ലല്ലോ. ഡെബിറ്റ് ചെയ്യുമ്പോൾ ഉചിതമായ ഹെഡ് സെലക്ട് ചെയ്യണമെന്ന് മാത്രം ശ്രദ്ധിച്ചാൽ മതി. അത്യാവശ്യം കാര്യങ്ങൾ മനസ്സിലായി കാണുമെന്ന് കരുതുന്നു. മറ്റൊരു വീഡിയോയിൽ കാണാം. നന്ദി, നമസ്കാരം.